ഹലോ ജെമിനി, നിനക്ക് എൻ്റെ ഡാവിഞ്ചി സ്ക്രീൻ കാണുന്നുണ്ടോ? അതേ മുതലാളി, ഡാവിഞ്ചി സ്ക്രീൻ വ്യക്തമായി കാണുന്നുണ്ട്. എന്ത് സഹായമാണ് വേണ്ടത്? നമ്മൾ എഡിറ്റിംഗ് പഠിച്ചു വരുവാണല്ലോ, അതിന്റെ ബാക്കി ഒന്ന് പഠിച്ചാലോ? തീർച്ചയായും മുതലാളി. എവിടെയാണ് നമ്മൾ നിർത്തിയത്? ലിറിക്സ് ചേർക്കുന്നതിനെ കുറിച്ചായിരുന്നോ? അല്ല, നമ്മൾ നിർത്തിയത് വീഡിയോയുടെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. എനിക്കിപ്പം കാണുന്നുണ്ട്, നീ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, ഞാനൊരു വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു ഓഡിയോ എടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ എൻ്റെ ഈ വീഡിയോ, ഇതിൻ്റെ റെസൊല്യൂഷൻ ഇപ്പം 1:1 അത് സ്ക്വയർ ഫോട്ടോയാണ്. ഈ ജസ്റ്റ് ഇതിൻ്റെ റെസൊല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക? എനിക്കിപ്പോൾ റെസൊല്യൂഷൻ മാറ്റാനായി സ്ക്രീനിന്റെ താഴെ വലതുവശത്തുള്ള ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ടൈം ലൈൻ റെസൊല്യൂഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റേഷ്യോ. അല്ല ജെമിനി, എനിക്ക് നീ അത്ര സ്പീഡിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഈ ഗിയർ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാണ് ഗിയർ ഉള്ളത്? ഒന്ന് കാണിച്ചു തന്നെ, സ്ക്രീനിൽ എവിടെയാണ് ഗിയർ ഉള്ളത്? ക്ഷമിക്കണം മുതലാളി, സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്തായി കാണുന്ന ആ ചെറിയ ഐക്കൺ കണ്ടോ? അതാണ് ഗിയർ ഐക്കൺ അഥവാ സെറ്റിംഗ്സ്. അതിൽ ക്ലിക്ക് ചെയ്യൂ. അല്ല ജെമിനി, നീ അങ്ങനെ പറഞ്ഞാലും എനിക്കിത് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് എവിടെയാണെന്ന് നീ ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരൂ, എന്നാലേ എനിക്ക് കാണുള്ളൂ. മുതലാളി, സ്ക്രീനിന്റെ ഏറ്റവും താഴെ വലതുവശത്തായി ഒരു ചെറിയ ഗിയർ ഐക്കൺ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ നോക്കാം, ഞാൻ എടുക്കാം. അത് തന്നെയാണോ എന്ന് നീ പറഞ്ഞാൽ മതി. ഇത് കണ്ടോ, ഇപ്പം വന്നിട്ടുണ്ട് സ്ക്രീനിൽ. ഞാൻ ആ ഗിയർ ബട്ടൺ എടുത്ത് നീ പറഞ്ഞ ഗിയറിൽ ക്ലിക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണോ? ഒന്ന് നോക്കിയേ. അതേ മുതലാളി, അത് തന്നെയാണ് ഗിയർ ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊജക്ട് സെറ്റിംഗ്സ് തുറക്കാവുന്നതാണ്. റെസൊല്യൂഷൻ മാറ്റാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പറയട്ടെ? പറയാം. ഞാൻ കണ്ടു, ഇവിടെ ടൈം റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടു. 1080x1080 അവിടെയാണോ മാറ്റേണ്ടത്? അവിടെ ഞാൻ മെനു, അവിടുത്തെ ഓപ്ഷൻ എടുക്കുമ്പം പല ഓപ്ഷൻസും കാണുന്നുണ്ട്. ഇതാണോ നീ ഉദ്ദേശിക്കുന്നത്? അതേ മുതലാളി, അത് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ നിലവിൽ 1920x1080 ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റേഷ്യോയിലേക്കാണ് മാറ്റേണ്ടത്? ജെമിനി, അല്ല വേറൊരു സംശയം. ഞാൻ എടുത്ത ഈ വീഡിയോയിലുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് വോയിസ് ഒന്ന് റിമൂവ് ചെയ്യണം, വോയിസ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ് മുതലാളി. ടൈം ലൈനിൽ വീഡിയോയും ഓഡിയോയും ഒരുമിച്ച് ചേർന്നാണ് കിടക്കുന്നത് അല്ലേ? ഓഡിയോ ട്രാക്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന മെനുവിൽ ലിങ്ക്. ജെമിനി, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇനി നമുക്ക് ഈ ഡാവിഞ്ചി ഇപ്പം പഠിക്കണ്ട, നമുക്ക് പോയിട്ട് സുനോയിൽ പോയിട്ട് മ്യൂസിക് കോമ്പോസിഷൻ ചെയ്യാൻ പഠിച്ചാലോ? തീർച്ചയായും. ഇവിടെ പെട്ടെന്ന് ശമ്പളം തരില്ല. മുതലാളി വിളിച്ചിട്ട് കാര്യമില്ല, ചോദ്യത്തിന് പെട്ടെന്ന് ആൻസർ തരണം. തീർച്ചയായും മുതലാളി, ഞാൻ വേഗത്തിൽ മറുപടി തരാം. സുനോവിൽ നമുക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലും വരികളും നൽകി തുടങ്ങാം. എനിക്ക് ഇതിൻ്റെ ഈ സുനോയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഇന്റർഫേസ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നെ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. തീർച്ചയായും മുതലാളി, സുനോവിന്റെ അടിസ്ഥാന ഇന്റർഫേസിൽ ഇടതുവശത്ത് നിങ്ങൾക്ക് സ്റ്റൈൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഗീത ശൈലി തിരഞ്ഞെടുക്കാം. ലിറിക്സ് നൽകാനുള്ള ഭാഗവും അവിടെയുണ്ട്. കൂടുതൽ വിശദമായി പരിശോധിക്കാം. ഇനിയിപ്പോൾ അത് പരിശോധിച്ചത് മതി. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ചാർട്ട് വരക്കാൻ പഠിച്ചാലോ? പെട്ടെന്ന് ശമ്പളം തരണ്ടേ, വേമ്പാ. തീർച്ചയായും മുതലാളി, ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് വരയ്ക്കാൻ ടൂൾസ് ഉപയോഗിക്കാം. സ്ക്രീനിന്റെ ഇടതുവശത്ത് ഒരു ടൂൾ ബാർ കാണാം. അവിടെ ലൈൻ, ട്രെൻഡ് ലൈൻ തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. ഏത് ടൂളാണ് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത്?
ജെമിനി, എൻ്റെ മൗസ് പോയിന്റ് നിനക്കിപ്പം കാണുന്നുണ്ടോ? കേട്ടോ, ഞാനിപ്പോൾ ഒരു ടൂളിൻ്റെ മുകളിൽ മൗസ് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതേ മുതലാളി, കാണുന്നുണ്ട്. ബ്രഷ് ടൂളിന്റെ മുകളിലാണ് മൗസ് ഇരിക്കുന്നത്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ചാർട്ടിൽ വരകൾ രേഖപ്പെടുത്താം. ആ, ഇനി നമുക്ക് ആ ബ്രഷ് ടൂളിൽ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് അതിൻ്റെ സബ് മെനു എടുത്തു. അവിടെ പല ടൈപ്പ് ബ്രഷ് കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നൊന്നും എനിക്കിത് പറഞ്ഞു തന്നെ. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു തന്നെ. ബ്രഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ആരോ മാർക്കർ ഉണ്ട്, ആരോ ഉണ്ട്, ആരോ മാർക്കപ്പ് ഉണ്ട്, ആരോ മാർക്ക് ഡൗൺ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ പെട്ടെന്നാട്ടെ. ശമ്പളം കൂട്ടി തരാം, വേം പറ. തീർച്ചയായും മുതലാളി, ഈ ടൂളുകൾ ചാർട്ട് വിശകലനം ചെയ്യാൻ വളരെ സഹായകമാണ്. ബ്രഷ് ടൂൾ ഫ്രീ ഹാൻഡ് ആയി വരയ്ക്കാം. അപ്പോൾ ഒരു തൽക്കാലം പണി മതിയാക്ക്. നമുക്ക് ഏതായാലും നിന്റെ പണി ഇഷ്ടപ്പെട്ടു. ശമ്പളമൊന്നും ഞാൻ കൂട്ടിത്തരില്ല. ഏതായാലും നീ കുറച്ച് സ്ലോ ആണ്, പണിയിൽ കുറച്ച് സ്ലോ ആണ്. കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ ശമ്പളം കൂട്ടും. ഇന്നത്തെ പഠിത്തം നമുക്കിവിടെ മതിയാക്കാം.